ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാൻ ഈ അടുത്തിടെയായിരുന്നു തനിക്ക് ക്യാൻസർ രോഗമാണെന്നും എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രേണു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് രേണുവിന്റെ അവസ്ഥ കാണുമ്പോൾ പലർക്കും വേദനയും സങ്കടവുമാണ് തോന്നുന്നത്. എത്രയും വേഗം തന്നെ രേണു ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ പലരും കമന്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും രേണുവിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് രേണുവും കിച്ചുവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ തകർച്ച തന്നെയാണ്. ഈ അടുത്തിടെയായിരുന്നു രേണു തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വീഡിയോ പുറത്തുവിട്ടത്. തനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം എന്നെ തേടി ഒരുപാട് പേരാണ് എത്തിയത്. ഈ വീട്ടുമുറ്റത്തും എന്നെ മുറിയിലേക്ക് വന്ന് കാണുന്നതും അത്രയുമധികം ആളുകളാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ആരാധകരാവട്ടെ, എൻ്റെ കുടുംബാംഗങ്ങളാവട്ടെ, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ എപ്പോഴുമുണ്ട്. പക്ഷേ താൻ ഇതുവരെ ആഗ്രഹിച്ച ആ വ്യക്തി എന്നെ കാണാൻ ഒരു നോക്ക് പോലും എത്തിയില്ല. 11 വയസ്സ് മുതൽ ഞാൻ അവനെ നോക്കുകയാണ്. തൻ്റെ മകനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ലാളിച്ചാണ് ഞാൻ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയെ നോക്കിയത്. പക്ഷേ താൻ എന്ത് പാവമാണ് ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും കിച്ചു ഇതുവരെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് രേണു സങ്കടം പറയുന്നത്. കിച്ചുവിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ പലരും വിമർശിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും 11 വയസ്സു മുതൽ അച്ഛൻ പോയപ്പോൾ വരെ എല്ലാ കാര്യങ്ങളും രേണു തന്നെയാണ് കിച്ചുവിനെതിരെ നോക്കിയത്. എന്നിട്ടും രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് അറിഞ്ഞിട്ട് പോലും കിച്ചു തിരിഞ്ഞു നോക്കാത്തത് വളരെ മോശമായി എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത്. എന്താണ് ഇരുവർക്കുമിടയിലുള്ള പ്രശ്നങ്ങളെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമല്ല. എന്നിരുന്നാലും സ്വന്തം അമ്മയെപ്പോലെ കരുതി ഇത്രനാൾ കൂടെ നിന്നിട്ട് കിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.